ഹലോ ഗായ്സ്, ഐ എം ദിൽഫാസെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട നിങ്ങളെ കമൻറ്റ്സ് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു മേക്കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ സ്കിൻ പ്രെപ്പിൽ വരുന്നത് CTM ആണ്. ക്ലെൻസർ, ടോണർ, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫേസ് ടാൻ ആവില്ല, അപ്പോൾ നമ്മൾ സൺസ്ക്രീനും മാക്സിമം എല്ലാവരും യൂസ് ആക്കാൻ നോക്കാം. കറൻ്റ്ലി ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ് ഈ മോയിസ് ലോഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കണ്ടതാ സോഫ്റ്റ് ലോഷൻ, ഫേസ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ലോഷൻ ആണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നമ്മൾ സെറ്റാഫിലിൻ്റെ ഒരു ഡ്യൂപ്പാണ്. പക്ഷേ ഇത് ഓക്കെ പ്രൊഡക്റ്റാണ്. ബിക്കോസ് എനിക്ക് ഈ പ്രൊഡക്ട്സിൽ സ്മെല്ലുള്ളത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതിൽ ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഫ്രാഗ്രൻസ് ഇല്ലാത്തവർക്ക് അത് പ്രിഫർ ചെയ്യില്ല. നോർമലി ഏത് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇത് ആണ്. ഇതൊരു ക്ലെൻസിങ് ആണ്, നല്ല സോഫ്റ്റ് എഫക്റ്റ് ആണ്. ഒരു കമ്പാരിറ്റീവ്ലി സ്മെല്ലുണ്ട് എന്നുള്ളൂ. സെറ്റാഫിലിൻ്റെ ഒരു മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തതിന് ഓൾ സ്കിൻ ടൈപ്പ് ആണ്. പിന്നെ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിന് പോലും ഇത് യൂസ് ആക്കാം. ഒരു ഫാർമസി പ്രൊഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും, ഫാർമസിയിലൊക്കെ എവിടെയും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഒരു നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസറാണ് ഈ ഡോട്ട്&കീൻ്റെ സെറമൈഡ് ഹൈലൂറോണിക് ആസിഡ് ബാരിയർ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു മോയ്സ്ചറൈസർ. ബിക്കോസ് ഈ മോയ്സ്ചറൈസർ അടിപൊളിയാണ് ഗൈസ്. അതായത് നല്ല ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ ഒന്ന് യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബെറ്ററായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിയ പാക്കേജ് മേടിച്ച്. ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗൈസ് ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ഓൾസോ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിനും ഇത് യൂസ് ആക്കാൻ പറ്റും. pH 5.5 ആണ്. പിന്നെ എസെൻഷ്യൽ സെറമൈഡ്സ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ റിപ്പയർ ചെയ്യും, നല്ല സ്മൂത്ത് ചെയ്യും, നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റണമെന്നില്ല. പിന്നെ അധികം സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ മാക്സിമം ഡോക്ടറിനെ കാണിച്ചിട്ട് ഫാർമസി പ്രോഡക്റ്റ് തന്നെ യൂസ് ആക്കാൻ നോക്കുക. അതാവും ഒന്നുകൂടി അവർക്ക് ബെറ്റർ. ഇപ്പോൾ ബ്രൈഡ്സിനാണെങ്കിലും നല്ലോണം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ആക്കാൻ പറ്റും. ഓയിലി സ്കിന്നിന് അത്ര ബെറ്റർ അല്ല. അപ്പോൾ നമ്മൾ വേറെ ഓയിലി സ്കിന്നിനായിട്ടുള്ള മോയ്സ്ചറൈസർ. പിന്നെ നിങ്ങളെപ്പോഴും നിങ്ങളെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ക്ലെൻസർ ആയാലും എന്തായാലും നിങ്ങൾ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള സൺസ്ക്രീൻ, മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. ബിക്കോസ് ഇപ്പം ഓയിലി സ്കിന്നുകാരൊക്കെ ഡ്രൈ സ്കിന്നുകാരതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലാവാനും നിങ്ങൾ മേക്കപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചു പോകാനൊക്കെ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ യൂസാക്കി നോക്കുക. എന്നിട്ട് നമ്മളത് ഇങ്ങനെ കുറച്ച് യൂസാക്കി വരുമ്പോൾ നമുക്ക് മാക്സിമം ഒരു ഐഡിയ കിട്ടും, നമ്മളെ പ്രൊഡക്ട്സ് ഇതാണ്, നമുക്ക് വേണ്ടത് ഇതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് യൂസ് ആക്കുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കണ കറൻ്റ്ലി ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ബോട്ടിലാണ്. അതായത് ഈ ഒരു റേഞ്ചിലെ ഫസ്റ്റ് ബോട്ടിലാണ്. ഞാൻ ആദ്യം യൂസ് ആക്കിയിരുന്ന സൺസ്ക്രീൻ ഇതിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ്, നല്ല സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ വൈറ്റമിൻ സി കൂടെ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യണ ഒരു ഇതാണ് വൈറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ എന്ന് പറയും. ഓക്കെ, ഇതും ഡോട്ട്&കീ സെയിം ബ്രാൻഡാണ്. ഇതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡ്സാണ് ഗൈസ്. ഓൾറെഡി ഞാനിപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് ടോണർ ഇട്ട്. അപ്പോൾ ഫേസ് ഓൾറെഡി പ്രെപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇനി മേക്കപ്പിലോട്ട് പോവാം.